മതമേതെങ്കിലുമാകട്ടെ മാനവവൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ മതമേതെങ്കിലുമാകട്ടെ മാനവവൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ. സുരഭില ജീവിതമാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാകട്ടെ മതമേതെങ്കിലുമാകട്ടെ മാനവവൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ സത്യം ലക്ഷ്യമതാകട്ടെ ധർമ്മം പാതയതാകട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിലങ്ങിയിടട്ടെ. മനസ്സു നന്നാകട്ടെ മതമേതെങ്കിലുമാകട്ടെ മാനവവൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാകട്ടെ മനസ്സു നന്നാകട്ടെ മനസ്സു നന്നാകട്ടെ. അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി മാറ്റുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടഞ്ഞ് ലഹരി മുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന് പരിശ്രമിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാപാർത്തിരുന്നു ദേവനാദം കേട്ടു ആമോദയായി വർണ്ണരാജകൾ വിതരും വാണിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ അവർ പതിനു തന്നെ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേ അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാങ്ങി വെള്ളി മേഘങ്ങളിൽ ഒഴുകും രാവിൽ താരകരാജകുമാരിയോടൊത്തമ്മ തിങ്കൾ കലപാടി അമ്മോ തിങ്കൾ കലപാടി മന്നവർ മൂവരും കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി.
യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ പൊളിരും ജാതിൽ രാപ്പാത്തിരുന്നു ജപഭാരതം ദേവനാദം കേട്ടു ആമോദരായി തിരുമല
ഒരു കണ്ണു മൂടി പോകയാ സ്നേഹിച്ചു സ്നേഹിച്ചു കൊതിരിയും മുമ്പേ നീ എന്നെ തനിച്ചാക്കിയകലിടുമോ സ്നേഹിച്ചു സ്നേഹിച്ചു കൊതിരിയും മുമ്പേ നീ എന്നെ തനിച്ചാക്കിയകലിടുമോ ഒന്നും രണ്ടാല് നമ്മളെന്നും ഒന്നാല് എന്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമ ഫാത്തിമ ഏഴാം കടലിനടിയിലൊളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഏഴാം കടലിനടിയിലൊളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഒന്നും രണ്ടാണ് നമ്മളെന്നും ഒന്നാണ് എന്റെ ഉള്ളിൽ നീയാണ് ഫാത്തിമ ഫാത്തിമ അടുത്തതായിട്ട് അപ്പൊ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് PTA പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആഘോഷത്തിന്റെ ഉദ്ഘാടന പരിപാടി ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ പ്രോജക്റ്റിലേക്ക് നമ്മുടെ ഉദ്ഘാടകൻ വാർഡ് മെമ്പർ ജിയെയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ PTA പ്രസിഡന്റ് വിജയേട്ടനെയും നമ്മുടെ മറ്റ് അധ്യാപകരെയും എൻ്റെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സിനെയും നമ്മുടെ അതിഥികളായിട്ടുള്ള കുട്ടികളെയും എല്ലാവരെയും ഞാൻ വിജയേട്ടനെ പ്രസിഡന്റ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, അധികം സംസാരിക്കുന്നുണ്ട്. എന്തായാലും നല്ല ഇപ്പോൾ അന്ന് നമ്മൾ ആദ്യത്തെ ദിവസത്തേക്കാൾ വളരെ മാറ്റങ്ങൾ നിങ്ങളുടെ ബോർഡുകളിൽ കാണുന്നു. ഒന്നുകൂടി ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ അനുഭവങ്ങൾ ഇതിപ്പോൾ നമുക്ക് ഈ സമയത്ത് ഈ അവസരം കിട്ടിയതാണ്. നമുക്ക് കരോളിൻ്റെ ആയിട്ട് നമുക്ക് പോവാം. നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ വിജയേട്ടൻ പറഞ്ഞ പോലെ നല്ല അച്ചടക്കപരമായിട്ട് നമ്മുടെ മൊൻസീന കോളേജിലെ NSS വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ NSS വളണ്ടിയേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ പോകണം. അതിനപ്പുറം ഒരു കുറച്ച് റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്തുകൊണ്ടാവരുത്. നമ്മൾ തുടർന്നും 4 ദിവസം കൂടെ നമുക്കിവിടെ നിൽക്കാനുണ്ട്.
അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടും പിന്നീട് നമുക്ക് കോളേജിലും ഒക്കെ വന്ന് ബാക്കിയുള്ള തുടർ പഠനങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. ഒന്നുകൂടെ അതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ കരോളിനായിട്ട് പോവാം. ഞാൻ പാട്ട് ഹായ് ഗായ്സ്, അപ്പോൾ ഇത്ര നേരം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാവരും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ തലേദിവസം വൈകുന്നേരം 5 മണിക്ക് എത്തിയതാണ്. എത്തിയതിന് ശേഷം കുറച്ച് കൾച്ചറൽ പ്രോഗ്രാമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ക്രിസ്മസ് കേക്ക് കട്ടിങ്ങും അതേപോലെ കരോളുമായിട്ടൊക്കെ പുറത്ത് സമീപ പ്രദേശങ്ങളിലൊക്കെ ഒന്ന് രാത്രി പോയിരുന്നു കേട്ടോ, എല്ലാവരും കൂടിയിട്ട്. അത് ജീവിതത്തിലൊരു ഫസ്റ്റ് അനുഭവം കൂടിയാണ്. സാധാരണ ലേഡീസോ ഗേൾസോ ഒന്നും അങ്ങനെ പോകാറില്ലല്ലോ. പക്ഷേ ഈ ഒരു NSS ക്യാമ്പ് കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, നല്ല രസകരമായൊരു ഓർമ്മ കൂടിയായി കേട്ടോ പ്രാവശ്യത്തെ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ കരോളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് പൊറോട്ടയും ചിക്കനും ചപ്പാത്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് രാത്രി കിടന്നുറങ്ങി. അവലോകനമൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ. അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. രാവിലത്തെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. രാവിലെ ടീച്ചർ കുട്ടികൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെല്ലെ കിച്ചണിലേക്കൊന്ന് എത്തി നോക്കിയതാണ്. അപ്പോൾ ഇന്ന് ഉപ്മാവാണ് രാവിലെ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ അമ്മിൽ ചേച്ചി തലേ ദിവസം തന്നെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കിച്ചൺ കമ്മിറ്റി ഓരോ ടീമിനും ഓരോ വർക്കുകളാണല്ലോ. അപ്പോൾ അവർ അതിലേക്ക് വേണ്ടതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്മാവിലേക്ക് വേണ്ടതായിട്ടുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, അങ്ങനെ എല്ലാ സാധനങ്ങളും അവരിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം തികച്ചും ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു നമ്മുടെ NSS ക്യാമ്പ് എന്ന് പറയുന്നത്. കാരണം എല്ലാ കൊല്ലവും NSS ക്യാമ്പ് ഉണ്ടാവാൻ നമ്മുടെ കോളേജിൽ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം മുതലാണ് നമ്മൾ വേറൊരു സ്കൂളിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്യുക. എപ്പോഴും ശരിക്കും അങ്ങനെ വേറൊരു സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ് കണ്ടക്ട് ചെയ്യേണ്ടതൊക്കെ. എന്നാലും ഇതുവരെ നമ്മളത് ചെയ്തിരുന്നില്ല. ഇപ്രാവശ്യം പിന്നെ എന്തായാലും നമ്മളത് ചെയ്തു. രാവിലെ കിച്ചൺ കമ്മിറ്റി കിച്ചണിൻ്റെ ഉള്ളിലും ബാക്കി എല്ലാവരും പുറത്ത് എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ കിച്ചണിലൊരു ജനാല ഉണ്ട്. ആ ജനാല തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഈ ഗ്രൗണ്ടാണ്. തൊട്ട് ബാക്കിലത്തെ ഗ്രൗണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ കുട്ടികളുടെ രാവിലത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ്.
നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ NSS ക്യാമ്പ് ഡ്യൂട്ടി. 2 നൈറ്റ് ഡ്യൂട്ടി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് എൻ്റെ ഡ്യൂട്ടി ഇവിടെ കംപ്ലീറ്റ് ആയി. 2 ദിവസത്തെ മാക്സിമം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് കൂടി ഇതിൻ്റെ ഒപ്പം ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റിലായിട്ട്. അപ്പോൾ ഈ ഒരു രാവിലത്തെ കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ 8 മണിക്കാണ് നമ്മുടെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുക. അടുത്ത ഡേ ഡ്യൂട്ടിക്കുള്ള ടീച്ചേഴ്സ് അപ്പോൾ അവിടെ എത്തും. അവരെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അന്നത്തെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബസ് കയറി വീട്ടിലേക്ക് എത്തി കേട്ടോ. രാത്രി ഒന്നും ഉറക്കമില്ലാണ്ടാണ് മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണത്. എല്ലാ ദിവസവും 12:30 മണി 1 മണി എന്നല്ല, പിന്നെ പ്രത്യേകിച്ച് കരോളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പിന്നെയുള്ള നടത്തവും അതൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തി. അപ്പം എൻ്റെ കുറച്ച് എന്താ പറയുക ഫോട്ടോസ് കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നേക്കും നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള ചില നല്ല നിമിഷങ്ങൾ. ഈ ഒരു ഡ്യൂട്ടിയിൽ നമ്മുടെ ഒപ്പം ഖദീജ ടീച്ചറും രമ്യ ടീച്ചറും ഷെമിന ടീച്ചറും അജീസ് സാറും അവരൊക്കെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നല്ല അടിച്ച് പൊളിച്ച് നമ്മുടെ പാർക്കിലുള്ള ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ കൂടി കഴിഞ്ഞു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.